പ്രിലിമിനറി പരീക്ഷയുടെ പ്രധാന ടോപ്പിക്കുകളിലൊന്നാണ് ഇന്ത്യയുടെ ഗതാഗത മേഖല. ഇതിൽ നിന്നും 2 മാർക്ക് ഉറപ്പായി ചോദിക്കുന്നതാണ്. ഇന്ത്യൻ റെയിൽവേ, വ്യോമഗതാഗതം, ജലഗതാഗതം, റോഡ് ഗതാഗതം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഗതാഗത മേഖല. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ കറക്റ്റ് സമയത്തിന് എത്തുകയുള്ളൂ. അതോടൊപ്പം PDF നോട്ടുകൾ ലഭിക്കുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പഴയ പേര് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. പഴയ പേര് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം 1890. റെയിൽവേ ബോർഡ് രൂപീകൃതമായത് 1905. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേ ആണ്. പഴയ പേര് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം 1890. റെയിൽവേ ബോർഡ് രൂപീകൃതമായത് 1905. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951. ഇന്ത്യൻ റെയിൽവേയുടെ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെ കുറിച്ചും പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് അക്വർത്ത് കമ്മിറ്റി. ഇന്ത്യൻ റെയിൽവേയുടെ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെ കുറിച്ചും പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി അക്വർത്ത് കമ്മിറ്റി. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലഘട്ടത്താണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം പോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാജ്യത്തിന്റെ ജീവനാഡി അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് നേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെ കുറിച്ചും പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് അക്വർത്ത് കമ്മിറ്റി. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം പോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാജ്യത്തിന്റെ ജീവനാഡി അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് നേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിത്തുടങ്ങിയത് 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. ബോംബെ മുതൽ താനെ വരെയാണ് ഓടിയത്, 34 കിലോമീറ്റർ. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1853 ഏപ്രിൽ 16. ബോംബെ മുതൽ താനെ വരെ ഓടിയ ദൂരം 34 കിലോമീറ്റർ. ഇന്ത്യയിലെ നിലവിലെ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി ജോൺ മത്തായി. മലയാളിയായ ആദ്യ റെയിൽവേ മന്ത്രി ജോൺ മത്തായി. റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി പനമ്പള്ളി ഗോവിന്ദമേനോൻ. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം ചൈന, 3-ാം സ്ഥാനം റഷ്യ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ട്രെയിൻ ഓടിയത് 1853 ഏപ്രിൽ 16. ഓടിയത് ബോംബെ മുതൽ താനെ വരെ. ഓടിയ ദൂരം 34 കിലോമീറ്റർ. ഇന്ത്യയിലെ നിലവിലെ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി ജോൺ മത്തായി. റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി. റെയിൽവേ മന്ത്രിയാകുന്ന രണ്ടാമത്തെ മലയാളിയാണ്
പനമ്പള്ളി ഗോവിന്ദ മേനോൻ. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ഒന്നാം സ്ഥാനം USA, രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനം റഷ്യ, നാലാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതി റെയിൽ നീറാണ്. ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതി റെയിൽ നീർ. ഇന്ത്യൻ റെയിൽവേ 150-ാം വാർഷികം ആഘോഷിച്ചത് 2003-ലാണ്. ഇന്ത്യൻ റെയിൽവേ 150-ാം വാർഷികം ആഘോഷിച്ചത് 2003-ൽ. ഇന്ത്യൻ റെയിൽവേ ഗ്രീൻ എനർജി വർഷമായി ആചരിച്ചത്. ഇന്ത്യൻ റെയിൽവേ ഗ്രീൻ 2011, 2012 കാലഘട്ടം. ഇന്ത്യൻ റെയിൽവേ ഗ്രീൻ എനർജി വർഷമായി ആചരിച്ചത് 2011, 2012 കാലഘട്ടം. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേ ഇന്റർനെറ്റ് റിസർവേഷൻ ആരംഭിച്ചത് 2002. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ജലവിതരണ പദ്ധതിയാണ് റെയിൽ നീർ. ഇന്ത്യൻ റെയിൽവേ 150-ാം വാർഷികം. ഇന്ത്യൻ റെയിൽവേ ഗ്രീൻ എനർജി വർഷമായി ആചരിച്ചത് 2011, 2012 കാലഘട്ടത്തിൽ. ഇന്ത്യൻ റെയിൽവേയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി, ന്യൂഡൽഹി. ചാണക്യപുരി, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേ ഇന്റർനെറ്റ് റിസർവേഷൻ ആരംഭിച്ച വർഷം 2002. ഇന്റർനെറ്റ് റിസർവേഷൻ 2002. പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ പറയുന്ന പേരാണ് ഗേജ്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ പറയുന്ന പേരാണ് ഗേജ്. ഇന്ത്യയിൽ പ്രധാനമായി 3 ഗേജുകളാണുള്ളത്. ഒന്ന് നാരോ ഗേജ്, 762 മില്ലിമീറ്റർ ടു 610 മില്ലിമീറ്റർ ആണ്. നാരോ ഗേജിന്റെ വീതി 762 മില്ലിമീറ്റർ മുതൽ 610 മില്ലിമീറ്റർ വരെയാണ്. രണ്ടാമത്തേത് മീറ്റർ ഗേജ്. ഇത് 1 മീറ്റർ ആണ് വീതി. മീറ്റർ ഗേജ് 1 മീറ്റർ. മൂന്നാമത്തേത് ബ്രോഡ് ഗേജ്. ബ്രോഡ് ഗേജിന്റെ വീതി 1.67 മീറ്റർ ആണ്. ബ്രോഡ് ഗേജിന്റെ വീതി 1.67 മീറ്റർ. പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ പറയുന്നതാണ് ഗേജ്. ഇന്ത്യയിൽ പ്രധാനമായി 3 ഗേജുകളാണുള്ളത്. ഒന്ന് നാരോ ഗേജ്, 762 മില്ലിമീറ്റർ മുതൽ 610 മില്ലിമീറ്റർ വരെയാണ്. രണ്ടാമത്തത് മീറ്റർ ഗേജ്, 1 മീറ്റർ ആണ്. മീറ്റർ ഗേജ് 1 മീറ്റർ. മൂന്നാമത്തത് ബ്രോഡ് ഗേജ് 1.67 മീറ്റർ ആണ്. ഇന്ത്യയിൽ മീറ്റർ ഗേജ് അവസാനിപ്പിച്ച ഗവർണർ ജനറൽ മേയോ പ്രഭു 1870-ലാണ്. ഇന്ത്യയിൽ മീറ്റർ ഗേജ് അവസാനിപ്പിച്ച ഗവർണർ ജനറൽ മേയോ പ്രഭു 1870. ഏഷ്യയിലെ ആദ്യ ബ്രോഡ് ഗേജ് സർവീസ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ സർവീസ് ആയ ബോംബെ ടു താനെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രോഡ് ഗേജ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രോഡ് ഗേജ് ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാരോ ഗേജ് പാതയാണ് ഗ്വാളിയോർ ടു ഷിയോപൂർ. 198 കിലോമീറ്റർ ആണ്. 198 കിലോമീറ്റർ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാരോ ഗേജ് പാതയാണ് ഗ്വാളിയോർ ടു ഷിയോപൂർ. ദൂരം 198 കിലോമീറ്റർ. ആദ്യ നാരോ ഗേജ് പാതയാണ് ബറോഡ സ്റ്റേറ്റ് റെയിൽവേ. നിലവിൽ വന്നത് 1862. ആദ്യ നാരോ ഗേജ് പാതയാണ് ബറോഡ സ്റ്റേറ്റ് റെയിൽവേ. നിലവിൽ വന്നത് 1862. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ മീറ്റർ ഗേജ് അവസാനിപ്പിച്ച ഗവർണർ ജനറൽ മേയോ പ്രഭു 1870. ഏഷ്യയിലെ ആദ്യ ബ്രോഡ് ഗേജ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ സർവീസ് ആയ ബോംബെ ടു താനെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ളത് ബ്രോഡ് ഗേജ് ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാരോ ഗേജ് പാതയാണ് ഗ്വാളിയോർ ടു ഷിയോപൂർ. നീളം 198 കിലോമീറ്റർ. ആദ്യ നാരോ ഗേജ് പാതയാണ്
ഇന്ത്യയിലെ ആദ്യ നാരോ ഗേജ് പാതയാണ് ബറോഡ സ്റ്റേറ്റ് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് 1762. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽ വീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബേല, ബീഹാർ. റെയിൽ വീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബേല, ബീഹാർ. റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് യലഹങ്ക, കർണാടക. യലഹങ്ക, കർണാടക. റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് യലഹങ്ക, കർണാടക. റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തല, പഞ്ചാബ്. റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തല, പഞ്ചാബ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പൂർ, ചെന്നൈ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരാമ്പൂർ, ചെന്നൈ. ഡീസൽ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് വാരണാസി, ഉത്തർപ്രദേശ്. ഡീസൽ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് വാരണാസി, ഉത്തർപ്രദേശ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് അസൻസോൾ, ബംഗാൾ. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് അസൻസോൾ, ബംഗാൾ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. റെയിൽ വീൽ പ്ലാന്റ് ബേല, ബീഹാർ. റെയിൽ വീൽ ഫാക്ടറി യലഹങ്ക, കർണാടക. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല, പഞ്ചാബ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരാമ്പൂർ, ചെന്നൈ. ഡീസൽ ലോക്കോമോട്ടീവ്സ് വാരണാസി, ഉത്തർപ്രദേശ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് അസൻസോൾ, ബംഗാൾ. കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ, മഹാരാഷ്ട്ര. ആസ്ഥാനം ബേലാപ്പൂർ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് നിലവിൽ വന്നത് 1990 ജൂലൈ 19. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് നിലവിൽ വന്നത് 1990 ജൂലൈ 19. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി. ഉദ്ഘാടനം ചെയ്ത വർഷം 1998 ജനുവരി 26. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുതൽ മാംഗ്ലൂർ വരെ. ദൂരം 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകൃതമായത് 1990 ജൂലൈ 19. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി. ഉദ്ഘാടനം ചെയ്ത വർഷം 1998 ജനുവരി 26. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുതൽ മാംഗ്ലൂർ വരെ. റോഹ മഹാരാഷ്ട്രയാണ്, മാംഗ്ലൂർ കർണാടകയിലും. കൊങ്കൺ റെയിൽവേയുടെ ദൂരം 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേയുടെ പ്രധാന ശില്പി E. ശ്രീധരൻ. കൊങ്കൺ റെയിൽവേയുടെ ചരക്ക് ട്രെയിൻ ഓടിത്തുടങ്ങിയത് 1997. ചരക്കു നീക്കുന്നതിനായി കൊങ്കൺ റെയിൽവേയിലെ സംവിധാനമാണ് റോ ട്രെയിൻ. അതിന്റെ ഫുൾ പേരാണ് റോൾ ഓൺ റോൾ ഓഫ്. റോ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് 1999 ജനുവരി 26. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും വലിയ തുരങ്കമാണ് കർബുഡെ തുരങ്കം. നീളം 6.5 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് കർബുഡെ തുരങ്കം, മഹാരാഷ്ട്ര. നീളം 6.5 കിലോമീറ്റർ. കൊങ്കണിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കൊങ്കൺ റെയിൽവേയുടെ ശില്പി E. ശ്രീധരൻ. കൊങ്കൺ റെയിൽവേയുടെ ചരക്ക് ട്രെയിൻ ഓടിത്തുടങ്ങിയത് 1997. കൊങ്കൺ റെയിൽവേയിലെ ചരക്കു നീക്കുന്നതിനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് റോ ട്രെയിൻ. ഫുൾ നെയിം റോൾ ഓൺ റോൾ ഓഫ് ആണ്.
റോറോ ട്രെയിൻ ഓടിത്തുടങ്ങിയത് 1999 ജനുവരി 26-ന്. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും വലിയ തുരങ്കം കർബുഡെ തുരങ്കം, മഹാരാഷ്ട്ര. കർബുഡെ തുരങ്കത്തിന്റെ നീളം 6.5 കിലോമീറ്റർ. കൊങ്കണിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1861 മാർച്ച് 12. തിരൂർ മുതൽ ബേപ്പൂർ വരെ 30.5 കിലോമീറ്റർ ദൂരമാണ് ട്രെയിൻ ഓടിയത്. മദ്രാസ് റെയിൽ കമ്പനിയാണ് ഇത് സ്ഥാപിച്ചത്. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളിന്റെ ഭരണ കാലഘട്ടം 1860 മുതൽ 1880 വരെയാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1861 മാർച്ച് 12. തിരൂർ മുതൽ ബേപ്പൂർ വരെ 30.5 കിലോമീറ്റർ. ഇത് നടപ്പിലാക്കിയ കമ്പനി മദ്രാസ് റെയിൽ കമ്പനി. കേരളത്തിൽ ട്രെയിൻ വരുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളിന്റെ ഭരണകാലഘട്ടം 1860 മുതൽ 1880 വരെ. കേരളത്തിൽ ഇതുവരെയും റെയിൽവേ കടന്നു ചെല്ലാത്ത ജില്ല ചോദിച്ചാൽ വയനാട്. എന്നാൽ നിലവിൽ കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി. കേരളത്തിൽ ഇതുവരെയും റെയിൽവേ കടന്നു ചെല്ലാത്ത ജില്ല വയനാട്. എന്നാൽ നിലവിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി. കേരളത്തിൽ മൊത്തം 178 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഇതിൽ 5 എണ്ണം റെയിൽവേ ജംഗ്ഷനുകളാണ്. റെയിൽവേ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ 3 റെയിൽവേ പാതകൾ ഒരുമിക്കുന്ന സ്ഥലത്തിനെയാണ് റെയിൽവേ ജംഗ്ഷൻ എന്ന് പറയുന്നത്. 1 കൊല്ലം, 2 കായംകുളം, എറണാകുളം, പാലക്കാട്, ഷൊർണൂർ. ഇവയെ ജംഗ്ഷനുകൾ എന്നാണ് പറയുന്നത്. കൊല്ലം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ. കേരളത്തിലെ വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാല. ഒരിക്കൽ കൂടി, കേരളത്തിൽ ഇതുവരെയും റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത ജില്ല വയനാട്. എന്നാൽ നിലവിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ വയനാടും ഇടുക്കിയും. കേരളത്തിൽ മൊത്തം 178 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അതിൽ 5 എണ്ണം റെയിൽവേ ജംഗ്ഷനുകളാണ്. കൊല്ലം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാല. എന്നാൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല പത്തനംതിട്ട, റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. കേരളത്തിൽ മീറ്റർ ഗേജിലൂടെ ഏറ്റവും അവസാനമായി ട്രെയിൻ സർവീസ് നടന്നത് 2010. കേരളത്തിൽ തിരുവനന്തപുരം, മധുര, പാലക്കാട് എന്നീ 3 റെയിൽവേ ഡിവിഷനുകളുടെ കീഴിലുള്ള ട്രെയിൻ ഗതാഗതം നടക്കുന്നു. പാലക്കാടിനെ വിഭജിച്ച് പുതുതായി വന്ന റെയിൽവേ ഡിവിഷനാണ് സേലം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം. കേരളത്തിൽ സതേൺ റെയിൽവേയുടെ കീഴിലാണ് ട്രെയിൻ ഗതാഗതം നടക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കേരളത്തിൽ വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാല, വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല പത്തനംതിട്ട, റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. 2010 ഏറ്റവും അവസാനമായി മീറ്റർ ഗേജിലൂടെ ട്രെയിൻ ഗതാഗതം നടന്നത്. തിരുവനന്തപുരം, മധുര, പാലക്കാട് എന്നീ 3 റെയിൽവേ ഡിവിഷന് കീഴിൽ കേരളത്തിൽ ട്രെയിൻ ഗതാഗതം നടക്കുന്നു. പാലക്കാടിനെ വിഭജിച്ച് പുതുതായി വന്ന റെയിൽവേ ഡിവിഷനാണ് സേലം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം. സതേൺ റെയിൽവേയുടെ കീഴിലാണ് കേരളത്തിൽ ട്രെയിൻ ഗതാഗതം നടക്കുന്നത്. 1918 തിരുവനന്തപുരം കൊല്ലം റെയിൽവേ പാത നിലവിൽ വന്നു. 1931 തിരുവനന്തപുരം മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ റെയിൽവേ പാത നിലവിൽ വന്നു. 1989 ആലപ്പുഴ എറണാകുളം തീരദേശ റെയിൽവേ നിലവിൽ വന്നു. നിലവിൽ വന്ന 3 റെയിൽവേ ലൈനുകളാണ് നോക്കുന്നത്. 1918 തിരുവനന്തപുരം കൊല്ലം, 1931 തിരുവനന്തപുരം മദ്രാസ്, 1989 ആലപ്പുഴ എറണാകുളം തീരദേശ റെയിൽവേ ആണത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത് കൊല്ലം ജംഗ്ഷൻ
1180 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത് കൊല്ലം ജംഗ്ഷൻ 1180. ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ്. കേരളത്തിൽ നിന്നും ആരംഭിക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ആണ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ്. എന്നാൽ കേരളത്തിൽ കൂടി കടന്നു പോകുന്നതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേക് എക്സ്പ്രസ് ആണ്. കന്യാകുമാരി മുതൽ ദിബ്രുഘട്ട് വരെയാണ് പോകുന്നത്. ദിവസേനയുള്ള ട്രെയിൻ സർവീസുകളിൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നത് കേരള എക്സ്പ്രസ് ആണ്, തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെ. ഒരിക്കൽ കൂടി നോക്കാം. കേരളത്തിൽ നിന്നും ആരംഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ്. കേരളത്തിൽ കൂടി കടന്നു പോകുന്നതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ തീവണ്ടി സർവീസ് ആണ് വിവേക് എക്സ്പ്രസ്. ഇത് കന്യാകുമാരി മുതൽ ദിബ്രുഘട്ട് വരെ ബന്ധിപ്പിക്കുന്നു. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ്. ദൈനംദിന സർവീസ് നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ആണ് കേരള എക്സ്പ്രസ്, തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെ. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് 2000 എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് 2000 എറണാകുളം മുതൽ ഷൊർണൂർ വരെ. പരശുറാം എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ് ഈ 3 ട്രെയിനുകളും തിരുവനന്തപുരവും മംഗലാപുരം വരെയാണ് സർവീസ് നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തിയത് 2000 എറണാകുളം മുതൽ ഷൊർണൂർ വരെ. പരശുറാം എക്സ്പ്രസ്, മാവേലി, മലബാർ ഇവ 3 സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ. പെരുവൺ തീവണ്ടി ദുരന്തം. ബാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം വരെ സർവീസ് നടത്തുന്ന ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായലിൽ അപകടത്തിൽപ്പെട്ടതാണ് പെരുവൺ തീവണ്ടി ദുരന്തം. 1988 ജൂലൈ 8-നായിരുന്നു അപകടം നടന്നത്. ഈ അപകടത്തിൽ 105 പേർ മരണപ്പെട്ടു. പെരുവൺ തീവണ്ടി ദുരന്തം. ബാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം വരെ സർവീസ് നടത്തുന്ന ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായലിൽ അപകടത്തിൽപ്പെട്ടു. 1988 ജൂലൈ 8-നായിരുന്നു അപകടം. ഈ അപകടത്തിൽ 105 പേർ മരണപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം നടന്നത് 1853 ഏപ്രിൽ 16-ന് ബോംബെ മുതൽ താനെ വരെ 34 കിലോമീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ഗതാഗതം 1853 ഏപ്രിൽ 16-ന് ബോംബെ മുതൽ താനെ വരെ 34 കിലോമീറ്റർ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം നടന്നത് 1856. സൗത്ത് ഇന്ത്യയിൽ 1886 വെയ്സാർ പാണ്ഡ്യ മുതൽ ആർക്കോട്ട് വരെയാണ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം നടന്നത് 1856 വെയ്സാർ പാണ്ഡ്യ മുതൽ ആർക്കോട്ട് വരെ. പൊതു ബഡ്ജറ്റിൽ നിന്ന് റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത് ഏതു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം? അക്ബർത്ത് കമ്മിറ്റി. എന്നാൽ പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒന്നാക്കാനുള്ള തീരുമാനം അംഗീകരിച്ച വർഷം 2016. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഗതാഗതം 1853 ഏപ്രിൽ 16-ന് ബോംബെ മുതൽ താനെ വരെ 34 കിലോമീറ്റർ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഗതാഗതം നടന്നത് 1856 വെയ്സാർ പാണ്ഡ്യ മുതൽ ആർക്കോട്ട് വരെ. വെയ്സാർ പാണ്ഡ്യ മുതൽ ആർക്കോട്ട് വരെ. പൊതു ബഡ്ജറ്റിൽ നിന്ന് റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിക്കാൻ തീരുമാനിച്ച കമ്മിറ്റി അക്ബർത്ത് കമ്മിറ്റി. എന്നാൽ പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒന്നാക്കാനുള്ള തീരുമാനം അംഗീകരിച്ച വർഷം 2016. ഇന്ത്യയിൽ പുതുതായി റെയിൽവേ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ത്രിപുരയിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ ത്രിപുരി സുന്ദരി എക്സ്പ്രസ്. ത്രിപുരി സുന്ദരി എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ഫോലു എന്ന ആനക്കുട്ടി. ഫോലു എന്ന ആനക്കുട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ റെയിൽവേ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലം ദാപുരി മുംബൈ താനെ റൂട്ടിൽ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലം ദാപുരി മുംബൈ താനെ റൂട്ടിൽ. എന്നാൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം വേമ്പനാട് പാലം
ബന്ധിപ്പിക്കുന്നത് ഇടപ്പള്ളി ടു വല്ലാർപാടം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. പുതുതായി റെയിൽവേ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ത്രിപുരയിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ ത്രിപുര സുന്ദരി എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ഫോലു എന്ന ആനക്കുട്ടി. ഫോലു എന്ന ആനക്കുട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ്. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലം ദാപുരി മുംബൈ താനെ റൂട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം ദാപുരി മുംബൈ താനെ റൂട്ടിൽ. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ പാലം വേമ്പനാട് പാലം ബന്ധിപ്പിക്കുന്നത് ഇടപ്പള്ളി ടു വല്ലാർപാടം. വേമ്പനാട് പാലം ബന്ധിപ്പിക്കുന്നത് ഇടപ്പള്ളി ടു വല്ലാർപാടം. 3 റെയിൽവേ ഗേജുകളും നിലവിലുള്ള റെയിൽവേ സ്റ്റേഷൻ സിലിഗുരി കൊൽക്കത്ത. സിലിഗുരി കൊൽക്കത്ത. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനൽ. പഴയ പേര് വിക്ടോറിയ ടെർമിനൽ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 2004. യുനെസ്കോയുടെ ലോക പൈതൃകയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനൽ. പഴയ പേര് വിക്ടോറിയ ടെർമിനൽ. ഉൾപ്പെട്ട വർഷം 2004. എന്നാൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് റെയിൽവേ സ്ഥാപനങ്ങളാണ് 3 എണ്ണമുണ്ട്. 1999 ഉൾപ്പെട്ട ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, 2005 ഉൾപ്പെട്ട നീലഗിരി മൗണ്ടൻ റെയിൽവേ, 2008 ഉൾപ്പെട്ട കൽക്ക ഷിംല റെയിൽവേ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മറ്റു സ്ഥാപനങ്ങളാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. 3 റെയിൽവേ ഗേജുകളും നിലവിലുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ സിലിഗുരി കൊൽക്കത്ത. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനൽ. പഴയ പേര് വിക്ടോറിയ ടെർമിനൽ. ഉൾപ്പെട്ട വർഷം 2004. ഉൾപ്പെട്ട മറ്റ് റെയിൽവേ സ്ഥാപനങ്ങളാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ. ഇന്ത്യയിലെ ആദ്യ വനിതാ എഞ്ചിൻ ഡ്രൈവറാണ് സുരേഖ ബോൺസലെ. സുരേഖ ബോൺസലെ. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ്. റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ ആണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ബന്ധിപ്പിക്കുന്നത് മേട്ടുപ്പാളയം ടു ഊട്ടി. ഇതിന്റെ സ്പീഡ് 10 km/h ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ എഞ്ചിൻ ഡ്രൈവർ സുരേഖ ബോൺസലെ. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ ആണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ബന്ധിപ്പിക്കുന്നത് മേട്ടുപ്പാളയം ടു ഊട്ടി വരെ. സ്പീഡ് 10 km/h ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ സർവീസ് മേട്ടുപ്പാളയം ടു ഊട്ടി വരെയുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ്. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനുകൾ 2 എണ്ണമുണ്ട്. ഗുജറാത്തിലെ ഓദ്. രണ്ടാമത്തേത് ഒഡീഷയിലെ ഇബ്. ഏറ്റവും ചെറിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്തിലെ ഓദ്, ഒഡീഷയിലെ ഇബ്. എന്നാൽ ഏറ്റവും വലിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ വെങ്കിട്ട നരസിംഗ രാജു വാര്യപേട്ട, ആന്ധ്രാപ്രദേശ്. വെങ്കിട്ട നരസിംഗ രാജു വാര്യപേട്ട. വെങ്കിട്ട നരസിംഗ രാജു വാര്യപേട്ട. കൊങ്കൺ റെയിൽവേയിൽ ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് കൊങ്കൺ റെയിൽ ആരംഭിച്ച പദ്ധതിയാണ് റോറോ ട്രെയിൻ. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടുമുട്ടിയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായി കൊങ്കൺ റെയിൽ ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാ കവച്. ഇതിന് ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ പേറ്റന്റ് നൽകിയിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേയിൽ ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് നടപ്പിലാക്കിയ പദ്ധതിയാണ് റോറോ ട്രെയിൻ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് സംജോത എക്സ്പ്രസ്.
1976 സിംല കരാറിനെ തുടർന്ന് നിലവിൽ വന്നു. ബന്ധിപ്പിക്കുന്നത് ഡൽഹി ടു ലാഹോർ ആണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് സംജോത എക്സ്പ്രസ്. 1976 സിംല കരാറിനെ തുടർന്ന് നിലവിൽ വന്നു. ബന്ധിപ്പിക്കുന്നത് ഡൽഹി ടു ലാഹോർ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന മറ്റൊരു ട്രെയിനാണ് താർ എക്സ്പ്രസ്. ബന്ധിപ്പിക്കുന്നത് കറാച്ചി ടു ജോധ്പൂർ. താർ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് കറാച്ചി ടു ജോധ്പൂർ. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ്. ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു ധാക്ക. മൈത്രി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു ധാക്ക. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ സംജോത എക്സ്പ്രസ്. 1976 സിംല കരാറിനെ തുടർന്ന് നിലവിൽ വന്നു. ബന്ധിപ്പിക്കുന്നത് ഡൽഹി ടു ലാഹോർ. താർ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് കറാച്ചി ടു ജോധ്പൂർ. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് സർവീസ് നടത്തുന്നതാണ് മൈത്രി എക്സ്പ്രസ്. ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു ധാക്ക. ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആഭ്യന്തര തീവണ്ടിയാണ് ഫെയറി ക്യൂൻ. ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു ആവാർ. ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആഭ്യന്തര തീവണ്ടിയാണ് ഫെയറി ക്യൂൻ. ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു ആവാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഗോരഖ്പൂർ, ഉത്തർപ്രദേശ് 1366 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഗോരഖ്പൂർ, ഉത്തർപ്രദേശ് 1366 മീറ്റർ. രണ്ടാം സ്ഥാനം കൊല്ലം 1180 മീറ്റർ. ഇന്ത്യൻ പ്രസിഡന്റിനെ യാത്ര ചെയ്യുന്നതിനായി റെയിൽവേ ഒരുക്കിയ ട്രെയിനാണ് പ്രസിഡൻഷ്യൽ സലൂൺ. പ്രസിഡൻഷ്യൽ സലൂണിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഇടക്കാല സർക്കാരിലെ റെയിൽവേ മന്ത്രിയായിരുന്നത് ആസിഫ് അലി. 1946 ഇടക്കാല സർക്കാരിലെ റെയിൽവേ മന്ത്രി ആസിഫ് അലി. റെയിൽവേ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ. 6 തവണ തുടർച്ചയായി റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ലാലു പ്രസാദ് യാദവ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ലോകത്തിലെ പ്രവർത്തനം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന ആഭ്യന്തര തീവണ്ടിയാണ് ഫെയറി ക്യൂൻ. ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു ആൾവാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഗോരഖ്പൂർ, ഉത്തർപ്രദേശിൽ 1366 മീറ്റർ. രണ്ടാം സ്ഥാനം കൊല്ലം 1180 മീറ്റർ. ഇന്ത്യൻ പ്രസിഡന്റിനെ യാത്ര ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിട്ടുള്ള ട്രെയിനാണ് പ്രസിഡൻഷ്യൽ സലൂൺ. പ്രസിഡൻഷ്യൽ സലൂണിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഇടക്കാല സർക്കാരിലെ റെയിൽവേ മന്ത്രിയായിരുന്നത് ആസിഫ് അലി. റെയിൽവേ ഒരുക്കിയിട്ടുള്ള കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ. 6 തവണ തുടർച്ചയായി റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് ലാലു പ്രസാദ് യാദവ്. വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ വിവേക് എക്സ്പ്രസ്. മദർ തെരേസയുടെ 100ാം ജന്മവാർഷികത്തോട് ആരംഭിച്ച ട്രെയിനാണ് മദർ എക്സ്പ്രസ്. മദർ തെരേസയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മദർ എക്സ്പ്രസ്. നെഹ്റുവിന്റെ 100ാം ജന്മവാർഷികത്തോട് ആരംഭിച്ച ട്രെയിനാണ് ശതാബ്ദി എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു ഭോപ്പാൽ. നെഹ്റുവിന്റെ 100ാം ജന്മവാർഷികത്തോട് ആരംഭിച്ചത് ശതാബ്ദി എക്സ്പ്രസ്. ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു ഭോപ്പാൽ. ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് കവിയുഗ് എക്സ്പ്രസ്. എന്നാൽ ടാഗോറിന്റെ പേരിലുള്ള എക്സിബിഷൻ ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ്. ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ കവിയുഗ് എക്സ്പ്രസ്. ടാഗോറിന്റെ പേരിലുള്ള എക്സിബിഷൻ ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ്.
സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മദൻ മോഹൻ മാളവ്യയുടെ സ്മരണാർത്ഥം ആരംഭിച്ച ട്രെയിനാണ് മഹാമാന്യ എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു വാരണാസി. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. വിവേകാനന്ദന്റെ 180-ാം ജന്മവാർഷികത്തോട് ആരംഭിച്ച ട്രെയിൻ വിവേക് എക്സ്പ്രസ്. മദർ തെരേസയുടെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ മദർ എക്സ്പ്രസ്. നെഹ്റുവിന്റെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ്. ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു ഭോപ്പാൽ. ടാഗോറിന്റെ 180-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് കവിയുഗ് എക്സ്പ്രസ്. ടാഗോറിന്റെ സ്മരണാർത്ഥമുള്ള എക്സിബിഷൻ ട്രെയിനാണ് സംസ്കൃത എക്സ്പ്രസ്. സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവ്യയുടെ പേരിലുള്ള ട്രെയിൻ മഹാമാന്യ എക്സ്പ്രസ്. ബന്ധിപ്പിക്കുന്നത് ന്യൂഡൽഹി ടു വാരണാസി. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് 1925 ഫെബ്രുവരി 3-ന് ഡെക്കാൻ ക്യൂൽ മുംബൈയിലെ വിക്ടോറിയ ടെർമിനലിനും കുർളയ്ക്കുമിടയ്ക്കാണ് ഓടിയത്. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് 1925 ഫെബ്രുവരി 3-ന് ഡെക്കാൻ ക്യൂൽ എന്ന ട്രെയിനാണ്. മുംബൈയിലെ വിക്ടോറിയ ടെർമിനലിനും കുർളയ്ക്കുമിടയ്ക്കാണ് സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. ഇന്ത്യൻ റെയിൽവേയും രാജസ്ഥാൻ ഗവൺമെന്റും ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. 1982 ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. 1982 സർവീസ് തുടങ്ങി. ഇന്ത്യൻ റെയിൽവേയും രാജസ്ഥാൻ ഗവൺമെന്റും ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. ബാംഗ്ലൂർ ഗോവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് സ്വർണ്ണരഥം എക്സ്പ്രസ്. ബാംഗ്ലൂർ ഗോവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണ് സ്വർണ്ണരഥം എക്സ്പ്രസ്. കുറഞ്ഞ ചിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായി ആരംഭിച്ച ട്രെയിനാണ് വില്ലേജ് ഓൺ വീൽസ്. വില്ലേജ് ഓൺ വീൽസ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി ആരംഭിച്ച ട്രെയിനാണ് ജീവൻ രേഖ എക്സ്പ്രസ് അല്ലെങ്കിൽ ലൈഫ് ലൈൻ എക്സ്പ്രസ്. ഈ ട്രെയിനാണ് ലോകത്തിലെ ആദ്യ ട്രെയിൻ ആശുപത്രി എന്നും അറിയപ്പെടുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് റെഡ് റിബൺ എക്സ്പ്രസ്. കൊങ്കൺ പ്രദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടി ഓടുന്ന ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. മധ്യപ്രദേശിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനത്തിനായി ആരംഭിച്ച ട്രെയിനും ഡെക്കാൻ ഒഡീസിയാണ്. 2004-ലാണ് ഇത് ആരംഭിച്ചത്. നോൺ സ്റ്റോപ്പായി ഓടുന്നതിൽ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ പോകുന്ന രാജധാനി എക്സ്പ്രസ് ആണ്. 3148 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായി ഓടുന്നു. 2019 ആരംഭിച്ച സ്വകാര്യ ട്രെയിൻ സർവീസാണ് തേജസ് എക്സ്പ്രസ്. 2 സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഭവാനി മാണ്ട്. മധ്യപ്രദേശിൽ രാജസ്ഥാനുമായി സ്ഥിതി ചെയ്യുന്നു. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കൊങ്കൺ പ്രദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടി ഓടുന്ന ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. മഹാരാഷ്ട്രയിലെ ടൂറിസ്റ്റ് പ്രദേശത്തിന്റെ വികസനത്തിന് ആരംഭിച്ച ട്രെയിന് ഡെക്കാൻ ഒഡീസി 2004 ആരംഭിച്ചു. നോൺ സ്റ്റോപ്പായി ഓടുന്നതിൽ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് നടത്തുന്നത് രാജധാനി എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെയാണ്. 3148 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായി ഓടുന്നു. 2019 ആരംഭിച്ച സ്വകാര്യ ട്രെയിൻ സർവീസാണ് തേജസ് എക്സ്പ്രസ്. 2 സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് ഭവാനി മാണ്ട്. ഭവാനി മാണ്ട് മധ്യപ്രദേശും രാജസ്ഥാനുമായി സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും സർവീസ് നടത്തുന്ന ട്രെയിനാണ് നവയുഗ് എക്സ്പ്രസ്. മംഗലാപുരം മുതൽ ജമ്മു കാശ്മീർ വരെയാണ് സർവീസ് നടത്തുന്നത്. 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും സർവീസ് നടത്തുന്ന ട്രെയിനാണ് നവയുഗ് എക്സ്പ്രസ്. മംഗലാപുരം മുതൽ ജമ്മു താവി വരെ സർവീസ് നടത്തുന്നുണ്ട്. 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ്. കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെയാണ്. 4286 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു.
ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെ 4286 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഒരു സംസ്ഥാനത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം സർവീസ് നടത്തുന്ന ട്രെയിനാണ് കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ്. കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ് 1343 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. റെയിൽവേ മന്ത്രിസ്ഥാനം വഹിച്ച ആദ്യ വനിത മമത ബാനർജി. ഇന്ത്യൻ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ ആരംഭിച്ചത് 1986. ഡയമണ്ട് ക്രോസിംഗ് ഉള്ള ഇന്ത്യൻ റെയിൽവേയിലെ ഏക സ്ഥലം നാഗ്പൂർ. തീവണ്ടി യാത്രയുമായി ബന്ധപ്പെട്ട പ്രധാന പദമാണ് PNR, പാസഞ്ചർ നെയിം റെക്കോർഡ്. പാസഞ്ചർ നെയിം റെക്കോർഡ്. PNRലെ അക്കങ്ങൾ 10. ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ് പീർ പാഞ്ചർ ടണൽ, ജമ്മു കാശ്മീർ. പീർ പാഞ്ചർ ടണൽ, ജമ്മു കാശ്മീർ. ഡൽഹി മെട്രോ, കൊങ്കൺ റെയിൽവേ, പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണം എന്നിവയുടെ ചുമതല വഹിച്ച മലയാളി ഇ ശ്രീധരൻ. മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ, പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണം എന്നിവയുടെ ചുമതല വഹിച്ച മലയാളി ഇ ശ്രീധരൻ. മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ നിന്ന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി. പൂർണ്ണമായും സ്ത്രീകളാൽ നിർമ്മിക്കപ്പെട്ട ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ 2018 ലിംഗ റെക്കോർഡിൽ ഇടം നേടിയ റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുംഗ. പൂർണ്ണമായും സ്ത്രീകളാൽ നിർമ്മിക്കപ്പെട്ട ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ 2018 ലിംഗ ബുക്കിൽ ഇടം നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുംഗ. ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷൻ ഹൗറ. ഇന്ത്യയിലെ വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ബരാമുള്ള. 1969-70 കാലഘട്ടത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്ന മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ ട്രെയിൻ ടണൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹൂഗ്ലി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ ട്രെയിൻ ടണൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹൂഗ്ലി നദി. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കൊങ്കൺ റെയിൽവേ, കൊൽക്കത്ത മെട്രോ, പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണം എന്നിവയുടെ ചുമതല വഹിച്ച മലയാളിയാണ് ഇ ശ്രീധരൻ. മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. ഇന്ത്യൻ ഹരിത ട്രൈബ്യൂണലിന്റെ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി. പൂർണ്ണമായും സ്ത്രീകളാൽ നിർമ്മിക്കപ്പെട്ട ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ 2018 ലിംഗ ബുക്കിൽ ഇടം നേടിയ റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുംഗ. ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷൻ ഹൗറ. ഇന്ത്യയുടെ വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ബരാമുള്ള. 1969-70 കാലഘട്ടത്തിൽ ഇന്ത്യൻ റെയിൽവേ മന്ത്രിയായിരുന്ന മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. വൈഫൈ സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ ട്രെയിൻ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിയിൽ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ചെന്നൈ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ട്രെയിനാണ് ട്രെയിൻ 18. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ചെന്നൈ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ട്രെയിനാണ് ട്രെയിൻ 18. എഞ്ചിനില്ല ട്രെയിനാണിത്. മെട്രോ റെയിൽവേയുടെ മാതൃകയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. എഞ്ചിൻ ഇല്ലാത്തതാണ് മെട്രോ റെയിൽവേയുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ പേരാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടുന്ന ട്രെയിനും വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. 180 km/h ആണ് വേഗത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടുന്ന രണ്ടാമത്തെ ട്രെയിനാണ് ഗതിമാൻ എക്സ്പ്രസ്, 160 km/h.
ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. 10 km/h ആണ് വേഗത. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ട്രെയിനാണ് ട്രെയിൻ 18. എഞ്ചിനില്ലാത്ത ട്രെയിനാണ്. മെട്രോ റെയിൽവേയുടെ മാതൃകയിലാണ് ട്രെയിൻ 18 നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ പേരാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ്. നിലവിൽ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. 180 km/h ആണ് വേഗത. ഇന്ത്യയിൽ വേഗതയിൽ 2ാം സ്ഥാനത്തുള്ള ട്രെയിനാണ് ഗതിമാൻ എക്സ്പ്രസ്. 160 km/h ആണ് ഗതിമാന്റെ വേഗത. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ബന്ധിപ്പിക്കുന്നത് മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ. ഇതിന്റെ വേഗത 10 km/h ആണ്. സൗത്ത് റെയിൽവേ ആസ്ഥാനം ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സോണ് സൗത്ത് റെയിൽവേ ആണ്, അല്ലെങ്കിൽ സതേൺ റെയിൽവേ. 1951 ഏപ്രിൽ 14 ആദ്യ റെയിൽവേ സോണായ സതേൺ റെയിൽവേ നിലവിൽ വരുന്നത്. ആദ്യ പേര് മദ്രാസ് റെയിൽവേ എന്നായിരുന്നു. 1873 ഈ പേര് സ്വീകരിച്ചു. ചെന്നൈ സെൻട്രൽ എന്നറിയപ്പെടാൻ തുടങ്ങിയത് 1996 മുതലാണ്. എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ പേര് പുരച്ചി തലൈവർ ഡോക്ടർ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. 2019 ഏപ്രിൽ 5 ഈ പേര് സ്വീകരിച്ചത്. സൗത്ത് റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സോണാണ് സതേൺ റെയിൽവേ. 1951 ഏപ്രിൽ 14 നിലവിൽ വന്നു. ചെന്നൈ സെൻട്രലിന്റെ ആദ്യ പേര് മദ്രാസ് എന്നായിരുന്നു. 1873 ഈ പേര് സ്വീകരിച്ചു. എന്നാൽ മദ്രാസ് റെയിൽവേ എന്ന പേര് സ്വീകരിച്ചത് 1996 മുതൽ. ചെന്നൈ സെൻട്രലിന്റെ ആദ്യ പേര് മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു. 1873 ഈ പേര് സ്വീകരിച്ചത്. ചെന്നൈ സെൻട്രൽ എന്ന പേര് സ്വീകരിച്ചത് 1996 എന്നാൽ നിലവിലത്തെ പേര് പുരച്ചി തലൈവർ ഡോക്ടർ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഈ പേര് സ്വീകരിച്ചത് 2019 ഏപ്രിൽ 5. റെയിൽവേ സോണുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ 18 റെയിൽവേ സോണുകളുണ്ട്. ആദ്യം നിലവിൽ വന്ന റെയിൽവേ സോൺ ചെന്നൈ 1951. ഏറ്റവും വലിയ റെയിൽവേ സോൺ നോർത്ത് സോൺ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇനി സോണുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. നോർത്ത് സോൺ ന്യൂഡൽഹി, ഈസ്റ്റ് സോൺ കൊൽക്കത്ത, സൗത്ത് സോൺ ചെന്നൈ, വെസ്റ്റേൺ സോൺ മുംബൈ ചർച്ച് ഗേറ്റ്. നോർത്ത് ന്യൂഡൽഹി, ഈസ്റ്റ് കൊൽക്കത്ത, സൗത്ത് ചെന്നൈ, വെസ്റ്റ് മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. മുംബൈ ചർച്ച് ഗേറ്റ്. സെൻട്രൽ സോൺ മുംബൈ CST. സെൻട്രൽ നോർത്ത് സോൺ അലഹബാദ്. സെൻട്രൽ നോർത്ത് സോൺ അലഹബാദ്. സെൻട്രൽ സൗത്ത് സോൺ സെക്കന്ദരാബാദ്. സെൻട്രൽ സൗത്ത് സോൺ സെക്കന്ദരാബാദ്. സെൻട്രൽ ഈസ്റ്റ് സോൺ ഹാജിപൂർ. സെൻട്രൽ ഈസ്റ്റ് സോൺ ഹാജിപൂർ. സെൻട്രൽ വെസ്റ്റ് സോൺ ജബൽപൂർ. സെൻട്രൽ വെസ്റ്റ് സോൺ ജബൽപൂർ. നോർത്ത് ഈസ്റ്റ് സോൺ ഗോരഖ്പൂർ. നോർത്ത് ഈസ്റ്റ് സോൺ ഗോരഖ്പൂർ. ഈസ്റ്റ് സൗത്ത് സോൺ കൊൽക്കത്ത. ഈസ്റ്റ് സൗത്ത് സോൺ കൊൽക്കത്ത. സൗത്ത് വെസ്റ്റ് സോൺ ഹൂബ്ലി. സൗത്ത് വെസ്റ്റ് സോൺ ഹൂബ്ലി. നോർത്ത് വെസ്റ്റ് സോൺ ജബൽപൂർ. നോർത്ത് വെസ്റ്റ് സോൺ ജബൽപൂർ. നോർത്ത് ഈസ്റ്റ് ഫോണ്ടിനർ ഗുവാഹത്തി. നോർത്ത് ഈസ്റ്റ് ഫോണ്ടിനർ ഗുവാഹത്തി. ഈസ്റ്റ് കോസ്റ്റ് സോൺ ഭുവനേശ്വർ. ഈസ്റ്റ് കോസ്റ്റ് സോൺ ഭുവനേശ്വർ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ സോൺ ബിലാസ്പൂർ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ സോൺ ബിലാസ്പൂർ. കൊൽക്കത്ത മെട്രോ റെയിൽ കൊൽക്കത്തയാണ്. കൊൽക്കത്ത മെട്രോ റെയിൽ സോൺ കൊൽക്കത്ത. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ വിശാഖപട്ടണം. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ വിശാഖപട്ടണം. ലോകരാജ്യങ്ങൾക്കിടയിൽ റോഡ് ദൈർഘ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. 1-ാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയിലെ ആകെ ദേശീയപാതകളുടെ നീളം 1,32,500 കിലോമീറ്റർ. 1,32,500 കിലോമീറ്റർ.
ഒരിക്കൽ കൂടി, ലോകരാജ്യങ്ങൾക്കിടയിൽ റോഡ് ദൈർഘ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2, ഒന്നാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയിലെ ആകെ ദേശീയപാതകളുടെ നീളം 1,32,500 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 98 ദേശീയപാതകൾ മഹാരാഷ്ട്രയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. എന്നാൽ ദേശീയപാതകളുടെ ദൈർഘ്യത്തിലും ഒന്നാം സ്ഥാനം നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. 17,757 കിലോമീറ്റർ ദൂരം ദേശീയപാതകൾ മഹാരാഷ്ട്രയിലുണ്ട്. ഒരിക്കൽ കൂടി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. എന്നാൽ ദേശീയപാതകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. 98 ദേശീയപാതകളാണ് മഹാരാഷ്ട്രയിൽ കൂടി കടന്നു പോകുന്നത്. ദേശീയപാതകളുടെ ദൈർഘ്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് മഹാരാഷ്ട്ര. 17,757 കിലോമീറ്റർ ദൈർഘ്യമാണ് മഹാരാഷ്ട്രയിൽ കൂടി ദേശീയപാതകൾ കടന്നു പോകുന്നത്. ഏറ്റവും കുറവ് ദേശീയപാതകളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മേഘാലയ, ഗോവ. 5 ദേശീയപാതകൾ വീതമാണ് മേഘാലയയിലും ഗോവയിൽ കൂടി കടന്നു പോകുന്നത്. എന്നാൽ ദേശീയപാതകളുടെ ദൈർഘ്യത്തിൽ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 293 കിലോമീറ്ററാണ് ഗോവയിൽ കൂടി ദേശീയപാതകളുടെ ദൈർഘ്യം. ഒരിക്കൽ കൂടി, ദേശീയപാതകൾ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മേഘാലയ, ഗോവ. 5 ദേശീയപാതകൾ വീതമാണ് മേഘാലയയിലും ഗോവയിലും കൂടി കടന്നു പോകുന്നത്. എന്നാൽ ദേശീയപാതകളുടെ ദൈർഘ്യത്തിൽ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 293 കിലോമീറ്ററാണ് ഗോവയിൽ കൂടി ദേശീയപാതകൾ കടന്നു പോകുന്നത്. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 1995 ഈ സ്ഥാപനം നിലവിൽ വന്നത്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി മേഖലകളിൽ റോഡ് പണിയുടെ ചുമതല വഹിക്കുന്നത് BRO എന്ന സ്ഥാപനമാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1960. ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും വഹിക്കുന്ന സ്ഥാപനം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1995. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി മേഖലകൾ റോഡ് പണിയുടെ ചുമതല വഹിക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇത് സ്ഥാപിതമായത് 1960. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ 4 നഗരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡ് പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ 4 നഗരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡ് പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് അസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ അമൃത്സറിനെയുമാണ്. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് അസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ അമൃത്സറിനെയും. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കന്യാകുമാരി. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കന്യാകുമാരി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് അസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ അമൃത്സറിനെയുമാണ്. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കന്യാകുമാരി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴിയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഝാൻസി, ഉത്തർപ്രദേശ്. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴിയും ബന്ധിപ്പിക്കുന്നതാണ് ഉത്തർപ്രദേശിലെ ഝാൻസി. മറ്റൊരു ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയപാതയാണ് NH4. മറ്റൊരു ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയപാതയാണ് NH4. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 300 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് അറിയപ്പെടുന്നതാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 300 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് അറിയപ്പെടുന്നതാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇത് ബന്ധിപ്പിക്കുന്നത് പോർട്ട് ബ്ലെയർ ടു മായാസുന്ദർ. ഒരിക്കൽ കൂടി, മറ്റൊരു ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന
ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയപാതയാണ് NH4. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് NH4 കിടക്കുന്നത്. ഈ റോഡ് അറിയപ്പെടുന്ന പേരാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പോർട്ട് ബ്ലെയർ ടു മായാസുന്ദർ. പോർട്ട് ബ്ലെയർ ടു മായാസുന്ദർ. ഇന്ത്യയിലെ ആദ്യ ദേശീയപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇന്ത്യയിലെ ആദ്യ ദേശീയപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു അമൃത്സർ. ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു അമൃത്സർ. ഇത് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു അമൃത്സർ ആണ്. ഇത് നിർമ്മിച്ചത് ഷേർഷാ സൂരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44. ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കന്യാകുമാരി. ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാതയാണ് NH966B. NH966B. ഇത് ബന്ധിപ്പിക്കുന്നത് കുന്നൂർ ടു വെല്ലിംഗ്ടൺ. കുന്നൂർ ടു വെല്ലിംഗ്ടൺ. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44. ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കന്യാകുമാരി. NH44 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH966B. NH966B. ബന്ധിപ്പിക്കുന്നത് കുന്നൂർ ടു വെല്ലിംഗ്ടൺ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ചെനാനി നാഷണൽ ടണൽ. ചെനാനി നാഷണൽ ടണൽ. ഇതിൻ്റെ നീളം 9.2 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ചെനാനി നാഷണൽ ടണൽ. ഇതിൻ്റെ നീളം 9.2 കിലോമീറ്റർ. ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ദേശീയപാത NH44. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ചെനാനി നാഷണൽ ടണൽ. നീളം 9.2 കിലോമീറ്റർ. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. ഈ ടണൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത NH44. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് ഓടിയത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് ഓടിയത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ ടാക്സി ഓടിയ നഗരം നാഗ്പൂർ, മഹാരാഷ്ട്ര. നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് ഓടിയത് ഹിമാചൽ പ്രദേശിലും ഇ ടാക്സി ഓടിയത് നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ എക്സ്പ്രസ് ഹൈവേ മുംബൈ ടു പൂനെ. ഇന്ത്യയിലെ ആദ്യ എക്സ്പ്രസ് ഹൈവേ മുംബൈ ടു പൂനെ. ഇന്ത്യയിലെ ആദ്യ 6 വരി എക്സ്പ്രസ് ഹൈവേയും മുംബൈ ടു പൂനെയാണ്. ഇന്ത്യയിലെ ആദ്യ എക്സ്പ്രസ് ഹൈവേയും ഇന്ത്യയിലെ ആദ്യ 6 വരി എക്സ്പ്രസ് ഹൈവേയും മുംബൈ ടു പൂനെ. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ആണ് ആഗ്ര ടു ലക്നൗ വരെയുള്ള എക്സ്പ്രസ് ഹൈവേ. 302 കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റെ ദൈർഘ്യം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ എക്സ്പ്രസ് ഹൈവേ ആണ് ആഗ്ര ടു ലക്നൗ വരെയുള്ള എക്സ്പ്രസ് ഹൈവേ. 302 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൈർഘ്യം. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ ദേശീയപാത NH47. ഇപ്പോഴത്തെ പേര് NH544. ഒരിക്കൽ കൂടി, എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ ദേശീയപാത NH47. ഇപ്പോഴത്തെ പേര് NH544. കേരള സ്റ്റേറ്റ് റോഡ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ KSRTC നിലവിൽ വന്നത് 1965 ഏപ്രിൽ 1. കേരള സ്റ്റേറ്റ് റോഡ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ KSRTC നിലവിൽ വന്നത് 1965 ഏപ്രിൽ 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH66. NH66 ബന്ധിപ്പിക്കുന്നത്
പനവേൽ ടു കന്യാകുമാരി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH-966B ബന്ധിപ്പിക്കുന്നത് കുന്നൂർ ടു വെല്ലിംഗ്ടൺ. ഒരിക്കൽ കൂടി, KSRTC നിലവിൽ വന്നത് 1965 ഏപ്രിൽ 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-66 ബന്ധിപ്പിക്കുന്നത് പനവേൽ ടു കന്യാകുമാരി. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH-966B ബന്ധിപ്പിക്കുന്നത് കുന്നൂർ ടു വെല്ലിംഗ്ടൺ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ല എറണാകുളം. കുറവ് ദേശീയപാത കടന്നു പോകുന്നത് വയനാട്. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത് 1938 ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത്. ഒരിക്കൽ കൂടി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ല എറണാകുളം. കുറവ് ദേശീയപാത കടന്നു പോകുന്നത് വയനാട്. തിരുവിതാംകൂറിൽ ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത് 1938 ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത്. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാലും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. കേരളത്തിലെ ഗതാഗത മേഖലയിലെ ഗവേഷണ പരിശീലന സ്ഥാപനമാണ് നാറ്റ്പാക്. സ്ഥാപിതമായത് 1976. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ജില്ല എറണാകുളവും കുറവ് വയനാടുമാണ്. മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്, മെയിൻ സെൻട്രൽ റോഡ്. ഇത് ബന്ധിപ്പിക്കുന്നത് കേശവദാസപുരം മുതൽ അങ്കമാലി വരെയാണ്. ഒരിക്കൽ കൂടി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളം. കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്നത് വയനാട്. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത് 1938 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാലും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരളത്തിലെ ഗതാഗത മേഖലയിലെ ഗവേഷണ പരിശീലന സ്ഥാപനമാണ് നാറ്റ്പാക്. സ്ഥാപിതമായത് 1976. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് എറണാകുളം. കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് വയനാട്. മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. MC റോഡിന്റെ ഫുൾ നെയിം മെയിൻ സെൻട്രൽ റോഡാണ്. മെയിൻ സെൻട്രൽ റോഡ്. ഈ MC റോഡ് ബന്ധിപ്പിക്കുന്നത് കേശവദാസപുരം മുതൽ അങ്കമാലി വരെ. MC റോഡ് ബന്ധിപ്പിക്കുന്നത് കേശവദാസപുരം മുതൽ അങ്കമാലി വരെ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം ആലപ്പുഴ. സ്ഥാപിതമായത് 1968. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം ആലപ്പുഴ. സ്ഥാപിതമായത് 1968. കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. കേരളത്തിൽ ജലഗതാഗതത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് വേമ്പനാട്ടുകായൽ. പൂർണ്ണമായും ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന ഗ്രാമമാണ് കുട്ടനാട്. കേരളത്തിൽ ജലഗതാഗതത്തിന്റെ പ്രധാന കേന്ദ്രം വേമ്പനാട്ടുകായൽ. പൂർണ്ണമായും ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന ഗ്രാമമാണ് കുട്ടനാട്. കേരളത്തിൽ ആദ്യമായി ജലവിമാന സർവീസ് നടത്തിയത് അഷ്ടമുടിക്കായലിൽ 2013 ജൂൺ 2. അഷ്ടമുടിക്കായൽ 2013 ജൂൺ 2. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം ആലപ്പുഴ. സ്ഥാപിതമായത് 1968. കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. കേരളത്തിൻ്റെ ജലഗതാഗതത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് വേമ്പനാട്ടുകായൽ. പൂർണ്ണമായും ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന ഗ്രാമമാണ് കുട്ടനാട്. കേരളത്തിലാദ്യമായി ജലവിമാന സർവീസ് നടത്തിയത് അഷ്ടമുടിക്കായൽ 2013 ജൂൺ 2. കേരളത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയ ജലപാതകളാണ് 4. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 8
ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി. ദേശീയ ജലപാത 8 ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി. നീളം 28 കിലോമീറ്ററാണ്. ദേശീയ ജലപാത 9 ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു കോട്ടയം. നീളം 38 കിലോമീറ്റർ. ദേശീയ ജലപാത 9 ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു കോട്ടയം. നീളം 38 കിലോമീറ്റർ. ദേശീയ ജലപാത 59 ബന്ധിപ്പിക്കുന്നത് കോട്ടയം ടു വൈക്കം. നീളം 28 കിലോമീറ്റർ. ദേശീയ ജലപാത 59 ബന്ധിപ്പിക്കുന്നത് കോട്ടയം ടു വൈക്കം. നീളം 28 കിലോമീറ്റർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കേരളത്തിൽ കൂടി കടന്നു പോകുന്ന ജലപാതകളുടെ എണ്ണം 4. ഒന്നാമത്തെ ജലപാത ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 8 ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി. നീളം 28 കിലോമീറ്റർ. ദേശീയ ജലപാത 8 ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി. നീളം 28 കിലോമീറ്റർ. ദേശീയ ജലപാത 9 ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു കോട്ടയം. ദേശീയ ജലപാത 9 ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ടു കോട്ടയം. നീളം 38 കിലോമീറ്റർ. ദേശീയ ജലപാത 59 ബന്ധിപ്പിക്കുന്നത് കോട്ടയം ടു വൈക്കമാണ്. ദേശീയ ജലപാത 59 ബന്ധിപ്പിക്കുന്നത് കോട്ടയം ടു വൈക്കം. നീളം 28 കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാതയാണ് സേതുസമുദ്രം പദ്ധതി. സേതുസമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. ഇത് നിർമ്മിക്കുന്നത് പാക് കടലിടുക്കിലാണ്. ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാതയാണ് സേതുസമുദ്രം പദ്ധതി. സേതുസമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും. ഇത് നിർമ്മിക്കുന്നത് പാക് കടലിടുക്കിൽ. സേതുസമുദ്രം പദ്ധതിക്ക് നിർമ്മാണ ചുമതല വഹിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ജലഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27. ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡ. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27. ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡ. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ബീഹാറിലെ പാട്നയാണ്. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ബീഹാറിലെ പാട്ന. ഇത് സ്ഥാപിതമായത് 2004. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 2004. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1967 കൊൽക്കത്തയിൽ. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1967 കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27. ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡ. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ബീഹാറിലെ പാട്ന. ഇത് സ്ഥാപിതമായത് 2004. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിതമായത് കൊൽക്കത്തയിൽ 1967. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് പദ്ധതി ആരംഭിച്ചത് മജുലി ദ്വീപിലാണ്. അസ്സാമിലെ നിമീതിയെ മജുലി ദ്വീപുമായി ബന്ധിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് പദ്ധതി ആരംഭിച്ചത് മജുലി ദ്വീപിൽ. അസ്സാമിലെ നിമീതി മുതൽ മജുലി ദ്വീപുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ദൈർഘ്യം 14,500 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ദൈർഘ്യം 14,500 കിലോമീറ്റർ. ദേശീയ ജലപാത നിയമം നിലവിൽ വന്നത് 2006 ഏപ്രിൽ 12. ഇതുപ്രകാരം ഇന്ത്യയിലെ ആകെ ദേശീയപാതകളുടെ എണ്ണം 111. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ആകെ ദൈർഘ്യം
14,500 കിലോമീറ്റർ. ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12. ഇതുപ്രകാരം ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകൾ 111. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ ബംഗാളിലെ ഹാൽഡിയ വരെ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ ബംഗാളിലെ ഹാൽഡിയ വരെ. ദേശീയ ജലപാത 1ൻ്റെ ആകെ നീളം 1620 കിലോമീറ്റർ. ഇത് നിലവിൽ വന്നത് 1986. ദേശീയ ജലപാത 1 കടന്നു പോകുന്ന നദികൾ ഗംഗ, ഹൂബ്ലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജലപാതയും ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയും ദേശീയ ജലപാത 1 ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ ബംഗാളിലെ ഹാൽഡിയ വരെ. ആകെ നീളം 1620 കിലോമീറ്റർ. ഇത് നിലവിൽ വന്ന വർഷം 1986. ദേശീയ ജലപാത 1 കടന്നു പോകുന്ന നദികൾ ഗംഗ, ഹൂഗ്ലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജലപാതയും ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയും ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് ആസാമിലെ സാദിയ മുതൽ ധൂബ്രി വരെ. നീളം 891 കിലോമീറ്റർ. കടന്നു പോകുന്ന നദി ബ്രഹ്മപുത്ര നദി. നിലവിൽ വന്നത് 1988. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ദേശീയ ജലപാതയാണ് ജലപാത 2. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് അസാമിലെ സാദിയ മുതൽ ധൂബ്രി വരെ. നീളം 891 കിലോമീറ്റർ. കടന്നു പോകുന്ന നദി ബ്രഹ്മപുത്ര നദി. നിലവിൽ വന്നത് 1988. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 2. ദേശീയ ജലപാത 3 കടന്നു പോകുന്ന സംസ്ഥാനം കേരളം. ബന്ധിപ്പിക്കുന്നത് കൊല്ലം, കോട്ടപ്പുറം കോഴിക്കോട് ജില്ലയിലാണ്. ദേശീയ ജലപാത 3 കടന്നു പോകുന്ന സംസ്ഥാനം കേരളം. ബന്ധിപ്പിക്കുന്നത് കൊല്ലം, കോട്ടപ്പുറം കോഴിക്കോട് ജില്ല. നീളം 365 കിലോമീറ്റർ. നിലവിൽ വന്നത് 1993. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. കൊല്ലം കോട്ടപ്പുറം പാത, ചമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡൽ കനാൽ എന്നിവ ചേർന്നതാണ് ദേശീയ ജലപാത 3. ശ്രദ്ധിക്കുക. കൊല്ലം കോട്ടപ്പുറം പാത, ചമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡൽ കനാൽ എന്നിവ ചേർന്നതാണ് ദേശീയ ജലപാത 3. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ദേശീയ ജലപാത 3 കടന്നു പോകുന്ന സംസ്ഥാനം കേരളം. ബന്ധിപ്പിക്കുന്നത് കൊല്ലം ടു കോട്ടപ്പുറം കോഴിക്കോട് ജില്ല. ദേശീയ ജലപാത 3ൻ്റെ ദൈർഘ്യം 365 കിലോമീറ്റർ. നിലവിൽ വന്നത് 1993. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. കൊല്ലം കോട്ടപ്പുറം പാത, ചമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡൽ കനാൽ എന്നിവ കൂടിച്ചേർന്നതാണ് ദേശീയ ജലപാത 3. കോവളം മുതൽ ഹോസ്ദുർഗ് വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ കൊല്ലം കോട്ടപ്പുറം വരെയുള്ള പാതയാണ് ദേശീയ ജലപാതയായി അറിയപ്പെടുന്നത്. കോവളം മുതൽ ഹോസ്ദുർഗ് വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ കൊല്ലം കോട്ടപ്പുറം ഭാഗങ്ങളാണ് ദേശീയ ജലപാത 3 അറിയപ്പെടുന്നത്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനഡ ടു പുതുച്ചേരി. നീളം 1095 കിലോമീറ്റർ. കടന്നു പോകുന്ന നദികൾ കൃഷ്ണ. നിലവിൽ വന്ന വർഷം 2008. കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനഡ, പുതുച്ചേരി. നീളം 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 4ൻ്റെ നീളം 1095 കിലോമീറ്റർ. കടന്നു പോകുന്ന നദികൾ
കൃഷ്ണയും തുംഗഭദ്രയാണ്. കൃഷ്ണയും തുംഗഭദ്ര. ദേശീയ ജലപാത 4 നിലവിൽ വന്നത് 2008. കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത് താൾച്ചർ ടു ധാംറയാണ്. താൾച്ചർ ടു ധാംറ. നീളം 623 കിലോമീറ്റർ. കടന്നു പോകുന്ന നദി മഹാനദി. നിലവിൽ വന്ന വർഷം 2008. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത് താൾച്ചർ ഒഡീഷ മുതൽ ധാംറ വരെ. നീളം 623 കിലോമീറ്റർ. കടന്നു പോകുന്ന നദി മഹാനദി. നിലവിൽ വന്ന വർഷം 2008. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യോമ ഗതാഗതത്തെക്കുറിച്ചാണ്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ. ഓർവില്ലി റൈറ്റും വിൽബർ റൈറ്റുമാണ്. ഓർവില്ലി റൈറ്റും വിൽബർ റൈറ്റും. റൈറ്റ് സഹോദരന്മാർ വിമാനം ആദ്യമായി പറത്തിയത് 1903 ഡിസംബർ 17. 1903 ഡിസംബർ 17. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേയ്സ് ബ്രിട്ടൻ. ഇംപീരിയൽ എയർവേയ്സ് ബ്രിട്ടൻ. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ കമ്പനി ഇംപീരിയൽ എയർവേയ്സ്. 1927 കെയ്റോ ടു ന്യൂഡൽഹിയാണ്. 1927 കെയ്റോ ടു ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ വിമാന കമ്പനി ഇംപീരിയൽ എയർവേയ്സ് ആണ്. കറാച്ചി ടു ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വ്യോമഗതാഗതം ആരംഭിച്ച വർഷം 1911. ഇന്ത്യയിൽ ആദ്യമായി എയർ മെയിൽ ആരംഭിച്ചതും 1911. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത് 1953 ആഗസ്റ്റ് 1. 1953 ആഗസ്റ്റ് 1. ആഭ്യന്തര വ്യോമഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത് വ്യോമയാന മന്ത്രാലയത്തിനു കീഴിൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ. ഓർവില്ലി റൈറ്റും വിൽബർ റൈറ്റും USA-ക്കാരാണ്. റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തിയ വർഷം 1903 ഡിസംബർ 17. ലോകത്തിലെ ആദ്യ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേയ്സ് ബ്രിട്ടൻ. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ കമ്പനി ഇംപീരിയൽ എയർവേയ്സ്. 1927 കെയ്റോ ടു ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ കമ്പനി ഇംപീരിയൽ എയർവേയ്സ്. കറാച്ചി ടു ഡൽഹി. ഇന്ത്യൻ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911. ഇന്ത്യയിൽ ആദ്യമായി എയർ മെയിൽ ആരംഭിച്ചതും 1911. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത് 1953 ആഗസ്റ്റ് 1. ആഭ്യന്തര വ്യോമഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത് വ്യോമയാന മന്ത്രാലയത്തിനു കീഴിൽ. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് രൂപീകൃതമായത് 1932. സ്ഥാപകൻ JRD ടാറ്റ. ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് കറാച്ചി ടു ചെന്നൈ. ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് നടത്തിയ വിമാനമാണ് പുസ്മോത്ത്. പുസ്മോത്ത്. ആദ്യ സർവീസിലെ പൈലറ്റ് JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനും JRD ടാറ്റയാണ്. ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയത് 1946. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ ചെയർമാനും JRD ടാറ്റയാണ്.
ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് രൂപീകൃതമായത് 1932. സ്ഥാപകൻ JRD ടാറ്റ. ആദ്യ സർവീസ് കറാച്ചി ടു ചെന്നൈ. ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് നടത്തിയ വിമാനം പുസ്മോത്ത്. പൈലറ്റ് JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനും JRD ടാറ്റ. ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയത് 1946. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ ചെയർമാൻ JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഊർമിള കെ പരീഖ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജി. ഇന്ത്യയിലെ ആദ്യ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ആദ്യ വനിത ഗുജ്ജൻ സക്സേന. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി. വ്യോമഗതാഗത മേഖലയിലെ ആദ്യ വനിതകളെ ഒരിക്കൽ കൂടി നോക്കാം. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീഖ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജി. ആദ്യ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ആദ്യ വനിത ഗുർജൻ സക്സേന. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും അവയുടെ പ്രത്യേകതകളും നോക്കാം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ആദ്യ ഏഷ്യ പസഫിക് മേഖലയിലെ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത നോക്കാം. സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ആദ്യ ഏഷ്യ പസഫിക് മേഖലയിലെ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് കുഷോക്ക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട്, ലഡാക്കിലെ ലേ. കുഷോക്ക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂരു. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂരു. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ. കളർ കോഡ് മാപ്പ് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ജയ്പൂർ വിമാനത്താവളം. റൺവേയുടെ താഴെ നാഷണൽ ഹൈവേ നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ വിമാനത്താവളം, വാരണാസി. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സിംഗിൾ റൺവേ എയർപോർട്ടാണ് ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം, മുംബൈ.
ഇന്ത്യയിൽ ആദ്യമായി കടൽപ്പാലത്തിൽ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് അഗത്തി വിമാനത്താവളം, ലക്ഷദ്വീപ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുഷോക്ക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം, ലഡാക്ക്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂരു. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ എയർപോർട്ട്. കളർ കോഡ് മാപ്പ് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ജയ്പൂർ ഇന്റർനാഷണൽ വിമാനത്താവളം. റൺവേയുടെ താഴെ നാഷണൽ ഹൈവേ നിലവിൽ വരുന്ന ആദ്യ വിമാനത്താവളമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട്, വാരണാസി. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സിംഗിൾ റൺവേ വിമാനത്താവളമാണ് ഛത്രപതി ശിവജി മഹാരാജ് എയർപോർട്ട്. ഇന്ത്യയിൽ ആദ്യമായി കടൽപ്പാലത്തിൽ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം അഗത്തി വിമാനത്താവളം, ലക്ഷദ്വീപ്. ഗ്രീൻഫീൽഡ് വിമാനത്താവളം. നിലവിലുള്ള ഒരു വിമാനത്താവളത്തിന് വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനാവാതെ വരുമ്പോൾ അതിനു പകരം സ്ഥാപിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ടാമത്തെ വിമാനത്താവളവും രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാക്യോങ് വിമാനത്താവളം, സിക്കിം. ഇന്ത്യയിലെ 100ാമത്തെ വിമാനത്താവളമാണ് പാക്യോങ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കാസി നസ്രുൽ ഇസ്ലാം വിമാനത്താവളം, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. കാസി നസ്രുൽ ഇസ്ലാം വിമാനത്താവളം, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും വിമാനയാത്ര സാധ്യമാക്കി ടിബറ്റിൽ ചൈന സ്ഥാപിച്ച വിമാനത്താവളമാണ് ഗൺസ എയർപോർട്ട്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ടാമത്തെ വിമാനത്താവളവും രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാക്യോങ് എയർപോർട്ട്, സിക്കിം. ഇന്ത്യയിലെ 100ാമത്തെ വിമാനത്താവളവും പാക്യോങ് ആണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കാസി നസ്രുൽ ഇസ്ലാം വിമാനത്താവളം, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും വിമാനയാത്ര സാധ്യമാക്കി ടിബറ്റിൽ ചൈന സ്ഥാപിച്ച വിമാനത്താവളമാണ് ഗൺസ വിമാനത്താവളം. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളാണ് ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം, ലക്നൗ. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. ലോക്പ്രിയ ഗോപിനാഥ് ബർത്തോളി വിമാനത്താവളം, ഗുവാഹത്തി. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം, അഹമ്മദാബാദ്. ബച്ചിപ്പെ വിമാനത്താവളം, കർണാടക, മാംഗ്ലൂർ. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം, മുംബൈ.
ഡോക്ടർ ബാബാ സാഹിബ് അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂർ. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂർ. ഇത്രയും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗ. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. ലോക്പ്രിയ ഗോപിനാഥ് ബർത്തോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തി. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. ബച്ചിപ്പെ വിമാനത്താവളം കർണാടക മാംഗ്ലൂർ. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂർ. രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സർ. രാജധാനി വിമാനത്താവളം അമൃത്സർ. ദേവി അഹല്യഫായി ഹോൾക്കർ വിമാനത്താവളം ഇൻഡോർ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയർ. ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി. സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശ്. ലോക് നായക് ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം പാട്ന. ഡബോളിംഗ് വിമാനത്താവളം ഗോവ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സർ. രാജധാനി വിമാനത്താവളം അമൃത്സർ. ദേവി അഹല്യഫായി ഹോൾക്കർ വിമാനത്താവളം ഇൻഡോർ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയർ. ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി. സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശ്. ലോക് നായക് ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം പാട്ന. ഡബോളിംഗ് വിമാനത്താവളം ഗോവ. കുഷോക്ക് ബാക്കുള റെംബോച്ചെ വിമാനത്താവളം ലേ. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചി. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വർ. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ. ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്. തുലിഹാർ വിമാനത്താവളം ഇംഫാൽ. മീനമ്പാക്കം വിമാനത്താവളം ചെന്നൈ. ഹിന്ദുസ്ഥാൻ എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കുഷോക്ക് ബാക്കുള റിംബോച്ചെ വിമാനത്താവളം ലേ. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചി. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വർ. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂർ. ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്. തുലിഹാർ വിമാനത്താവളം ഇംഫാൽ. മീനമ്പാക്കം അന്താരാഷ്ട്ര വിമാനത്താവളം ചെന്നൈ. ഹിന്ദുസ്ഥാൻ എയർപോർട്ട് ലിമിറ്റഡ് ബാംഗ്ലൂർ. അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപ്. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം റായ്പൂർ.
ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം വാരണാസി. അണ്ണ എയർപോർട്ട് ചെന്നൈ. രാജ ഫോജ് എയർപോർട്ട് ഭോപ്പാൽ. ഗുരു രാംദാസ് ജി വിമാനത്താവളം അമൃത്സർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപ്. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം റായ്പൂർ. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം വാരണാസി. അണ്ണ എയർപോർട്ട് ചെന്നൈ. രാജ ഫോജ് എയർപോർട്ട് ഭോപ്പാൽ. ഗുരു രാംദാസ് ജി വിമാനത്താവളം അമൃത്സർ. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ പുതിയ പേരുകൾ നോക്കാം. പോർട്ട് ബ്ലെയർ വിമാനത്താവളം, പുതിയ പേര് വീർ സവർക്കർ എയർപോർട്ട്. ഡംഡം വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ആഗ്ര വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ദീൻ ദയാൽ വിമാനത്താവളം. അഗർത്തല വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് മഹാരാജ ബീർ ബിക്രം വിമാനത്താവളം. മഹാരാജ ബീർ ബിക്രം വിമാനത്താവളം. ജോളി ഗ്രാൻഡ് വിമാനത്താവളം, പുതിയ പേര് AB വാജ്പേയി വിമാനത്താവളം. ചാർസുഗുഡ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് വീർ സുരേന്ദ്ര സായ് വിമാനത്താവളം. വിമാനത്താവളങ്ങളുടെ പുതിയ പേരുകൾ ശ്രദ്ധിക്കാം. പോർട്ട് ബ്ലെയർ വിമാനത്താവളം വീർ സവർക്കർ. ഡംഡം വിമാനത്താവളം, പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ആഗ്ര വിമാനത്താവളം, പുതിയ പേര് ദീൻ ദയാൽ വിമാനത്താവളം. അഗർത്തല വിമാനത്താവളം, പുതിയ പേര് മഹാരാജ് ബീർ ബിക്രം. ജോളി ഗ്രാൻഡ് വിമാനത്താവളം, പുതിയ പേര് AB വാജ്പേയി വിമാനത്താവളം. ജാർസുഗുഡ വിമാനത്താവളം, പുതിയ പേര് വീർ സുരേന്ദ്ര സായ് വിമാനത്താവളം. കേരളത്തിലെ വിമാനത്താവളങ്ങളും പ്രത്യേകതകളും നോക്കാം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. 1 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 2 നെടുമ്പാശ്ശേരി. 3 കോഴിക്കോട് വിമാനത്താവളം. 4 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളം, 4 എണ്ണം. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് നിലവിൽ വന്ന ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വിമാനത്താവളം. തിരുവനന്തപുരത്തേക്ക് വിമാനയാത്രാ സർവീസ് ആരംഭിച്ചത് 1964. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്തർദേശീയ വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് VK കൃഷ്ണമേനോൻ വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അവകാശം നേടിയ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് സ്ഥാപിക്കപ്പെട്ട ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളവും തിരുവനന്തപുരമാണ്. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വിമാനത്താവളം. തിരുവനന്തപുരത്തേക്ക് വിമാന സർവീസ് ആരംഭിച്ചത് 1964. തിരുവനന്തപുരം വിമാനത്താവളത്തെ
അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1. തിരുവനന്തപുരം വിമാനത്താവളത്തെ നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് VK കൃഷ്ണമേനോൻ വിമാനത്താവളം. നിലവിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അവകാശം നേടിയ കമ്പനി അദാനി ഗ്രൂപ്പ്. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ മറ്റൊരു പേര് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രി. സമ്പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1999. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ എയർപോർട്ടും നെടുമ്പാശ്ശേരിയാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. പൊതു സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളവും നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ മറ്റൊരു പേര് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രി. സമ്പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1999. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ എയർപോർട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. കോഴിക്കോട് വിമാനത്താവളം. മറ്റൊരു പേര് കരിപ്പൂർ വിമാനത്താവളം. സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ഉദ്ഘാടനം ചെയ്ത വർഷം 1988. അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 2006. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തിയ ആദ്യ വിദേശ കമ്പനിയാണ് ശ്രീലങ്കൻ എയർലൈൻസ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. മറ്റൊരു പേര് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ഉദ്ഘാടനം ചെയ്ത വർഷം 1988. അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 2006. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തിയ ആദ്യ വിദേശ കമ്പനിയാണ് ശ്രീലങ്കൻ എയർലൈൻസ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. സ്ഥിതി ചെയ്യുന്നത് മൂർഖൻ പറമ്പ്, കണ്ണൂർ. ശിലാസ്ഥാപനം നടത്തിയത് 2010 ഡിസംബറിൽ VS അച്യുതാനന്ദൻ. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനും സുരേഷ് പ്രഭുവും ചേർന്ന് 2018 ഡിസംബർ 9. നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി കിൻഫ്ര. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ V. തുളസീദാസ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. സ്ഥിതി ചെയ്യുന്നത് മൂർഖൻ പറമ്പ്, കണ്ണൂർ. ശിലാസ്ഥാപനം നടത്തിയത് 2010 ഡിസംബറിൽ VS അച്യുതാനന്ദൻ. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനും സുരേഷ് പ്രഭുവും ചേർന്ന് 2018 ഡിസംബർ 9. നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി കിൻഫ്ര. ആദ്യ മാനേജിംഗ് ഡയറക്ടർ V. തുളസീദാസ്. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഇത് അന്താരാഷ്ട്ര വിമാനത്താവളമല്ല. ഇത് പ്രവർത്തിക്കുന്നത് കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ്. കേരളത്തിലെ 5ാമത്തെ നിർദ്ദിഷ്ട എയർപോർട്ടാണ് ശബരിമല വിമാനത്താവളം. സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം
ചെറുവള്ളി എസ്റ്റേറ്റ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഇത് അന്താരാഷ്ട്ര വിമാനത്താവളമല്ല. ഇതിൻ്റെ പ്രവർത്തനം ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലാണ്. കേരളത്തിലെ 5ാമത്തെ നിർദ്ദിഷ്ട വിമാനത്താവളമാണ് ശബരിമല വിമാനത്താവളം. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം ചെറുവള്ളി എസ്റ്റേറ്റ്. ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയ വർഷം 1946. രൂപീകൃതമായപ്പോൾ എയർ ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. നിലവിൽ എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനമാണ് മലബാർ പ്രസിഡന്റ്. ആദ്യ രാജ്യാന്തര സർവീസ് വിമാനം പറത്തിയ പൈലറ്റ് ക്യാപ്റ്റനാണ് KR ഗുസ്തർ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയത് 1960 ഫെബ്രുവരി 21 അമേരിക്കയിലേക്ക്. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസാണ് ബോംബെ ടു ലണ്ടൻ. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി. ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയത് 1946. രൂപീകൃതമായപ്പോൾ എയർ ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. നിലവിൽ എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനമാണ് മലബാർ പ്രസിഡന്റ്. ആദ്യ രാജ്യാന്തര സർവീസ് പറത്തിയ പൈലറ്റ് KR ഗുസ്താർ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയത് 1960 ഫെബ്രുവരി 21 അമേരിക്കയിലേക്ക്. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസാണ് ബോംബെ ടു ലണ്ടൻ. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വരാൻ കാരണമായ ആക്ട് എയർ കോർപ്പറേഷൻ ആക്ട് 1953. എയർ കോർപ്പറേഷൻ ആക്ട് 1953. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്നത് 1953 ആഗസ്റ്റ് 1. ഇന്ത്യൻ എയർലൈൻസിന്റെ മറ്റൊരു പേര് ഇന്ത്യൻ. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികൾ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികൾ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടിച്ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ആയി മാറിയത് 2007 ആഗസ്റ്റ് 1. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടിച്ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ആയി മാറിയത് 2007 ആഗസ്റ്റ് 1. നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് നെയിം എയർ ഇന്ത്യ ലിമിറ്റഡ്. NACALന്റെ രജിസ്ട്രാർഡ് ഓഫീസ് ന്യൂഡൽഹി. NACALന്റെ കോർപ്പറേറ്റ് ആസ്ഥാനം മുംബൈ. NACALന്റെ ഔദ്യോഗിക ചിഹ്നം കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നം. കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നം.
NACALൻ്റെ ആദ്യ സർവീസ് നടത്തിയത് മുംബൈ ടു ന്യൂയോർക്ക്. ആദ്യ സർവീസ് മുംബൈ ടു ന്യൂയോർക്ക്. ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. നിലവിൽ വന്നത് 1990. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് രൂപീകരിക്കാൻ കാരണമായ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഓപ്പൺ സ്കൈസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസാണ് ഇൻഡിഗോ. ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ഇൻഡിഗോ. ജെറ്റ് എയർവേസ് രൂപീകൃതമായത് 1993. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. ചെലവ് കുറഞ്ഞ വിമാന കമ്പനി എയർ ഡെക്കാൻ. എയർ ഡെക്കാൻ നിലവിൽ വന്നത് 2003 ആഗസ്റ്റ് 25. എയർ ഡെക്കാൻ്റെ ആദ്യ വിമാന സർവീസ് ബാംഗ്ലൂർ ടു മംഗലാപുരം. എയർ ഡെക്കാൻ്റെ ആദ്യ വിമാന സർവീസ് ബാംഗ്ലൂർ ടു മംഗലാപുരം. എയർ ഡെക്കാനെ ഏറ്റെടുത്ത വിമാന കമ്പനി കിംഗ്ഫിഷർ എയർലൈൻസ്. കിംഗ്ഫിഷർ എയർലൈൻസ് രൂപീകൃതമായ വർഷം 2003. എയർബസ് A320 വിമാനം സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് കിംഗ്ഫിഷർ. ഇന്ത്യയിലെ വിമാന കമ്പനികളുടെ ആപ്തവാക്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എയർ ഇന്ത്യ, യുവർ പാലസ് ഇൻ ദി സ്കൈ. എയർ ഇന്ത്യ, യുവർ പാലസ് ഇൻ ദി സ്കൈ. ഇന്ത്യൻ എയർലൈൻസ്, ഫ്ലൈ സ്മാർട്ട് ഫ്ലൈ. ജെറ്റ് എയർവേസ്, ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. എയർ ഡെക്കാൻ, സിംപ്ലി ഫ്ലൈ. എയർ ഏഷ്യ, നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. എയർ ഇന്ത്യ എക്സ്പ്രസ്, സിംപ്ലി പ്രൈസ്ലെസ്. സ്പൈസ് ജെറ്റ്, ഫ്ലൈയിങ് ഫോർ എവരിവൺ. സ്പൈസ് ജെറ്റ്, ഫ്ലൈയിങ് ഫോർ എവരിവൺ. ISO 9001 2008 സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യ ഏവിയേഷൻ കമ്പനിയാണ് പവൻ ഹാൻസ് ഹെലികോപ്റ്റേഴ്സ് ലിമിറ്റഡ്. ചരക്കു നീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. ഇന്ത്യയിൽ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകൃതമായ സ്ഥാപനമാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1972. ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1972. ആഭ്യന്തര വിമാനങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1986. ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് രൂപീകൃതമായ സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 1995 ഏപ്രിൽ 1. ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് രൂപീകൃതമായ സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 1995 ഏപ്രിൽ 1. ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത് 2009. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്.
ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി റായ്ബറേലി, ഉത്തർപ്രദേശ്. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. രാജീവ് ഗാന്ധി നാഷണൽ ആവിയേഷൻ യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശ്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ഗോണ്ടിയ, മഹാരാഷ്ട്ര. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ഗോണ്ടിയ, മഹാരാഷ്ട്ര. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ISROയും സംയുക്തമായി വികസിപ്പിച്ച നാവിഗേഷൻ സിസ്റ്റമാണ് ഗഗൻ. ഇതോടുകൂടി വ്യോമഗതാഗതം അവസാനിച്ചു. പ്രിലിമിനറി എക്സാമിനായിട്ടുള്ള ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളെല്ലാമായി നേരത്തെ ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.